എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും 2024 ലാഭത്തിൻ്റെ വർഷം ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ട്രേഡിങ്ങിൽ ഉണ്ടാകുന്ന നഷ്ടം നമുക്ക് അത്ര എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. യഥാർത്ഥത്തിൽ ട്രേഡേഴ്സിന് എല്ലാം തന്നെ ചിലപ്പോഴൊക്കെ നമ്മളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. നല്ല ട്രേഡേഴ്സിന് പോലും ആദ്യകാലങ്ങളിൽ നഷ്ടങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും. എല്ലാ ട്രേഡേഴ്സും ചിന്തിക്കുന്നത് ആദ്യ ട്രേഡ് മുതൽ, അതായത് നമ്മളുടെ ഫസ്റ്റ് ട്രേഡ് മുതൽ വലിയ വലിയ പ്രോഫിറ്റുകൾ നേടാൻ പറ്റും എന്നുള്ളതാണ്. നല്ല ട്രേഡേഴ്സിന് അറിയാം ട്രേഡിംഗ് എന്നാൽ ലാഭവും നഷ്ടവും ഇടകലർന്ന ഒരു ബിസിനസ്സാണെന്ന്. പക്ഷേ കൂടുതൽ തവണ നഷ്ടം മാത്രം ഉണ്ടായാൽ അത് നമ്മുടെ മനസ്സിനെ വലിയ രീതിയിൽ സ്വാധീനിക്കും. മാത്രമല്ല അത് നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും. പിന്നെ നമ്മൾ വിചാരിക്കും ട്രേഡിങ്ങിൽ പരാജയം മാത്രമേ എനിക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ. ചില ട്രേഡ് നമുക്ക് നഷ്ടം വരുത്തും, അത് ശരിയാണ്. എന്നാൽ എപ്പോഴും പരാജയം മാത്രമാണെങ്കിൽ നാം എന്തു ചെയ്യും? അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യത്തെ കാര്യം, ഫസ്റ്റ് കൊടുക്കേണ്ട കാര്യം, അങ്ങനെ ട്രേഡിങ്ങിൽ പരാജയം മാത്രം നമുക്കുണ്ടാവുകയാണെങ്കിൽ ട്രേഡിങ് തൽക്കാലത്തേക്ക് നിർത്തിവെക്കുക. നമ്മൾ പരാജയത്തിൽ നിന്ന് നാം പഠിക്കാൻ ശ്രമിക്കുക. പിന്നിലേക്ക് പോയി എന്താണ് നമ്മളുടെ സ്ട്രാറ്റജിക്ക് പറ്റിയത് എന്ന് വിശദമായി പരിശോധിക്കുക. ഓരോ ഗ്രാഫുകൾ എടുത്തു നോക്കി നല്ല രീതിയിൽ അപഗ്രഥനം ചെയ്യുക. നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ, പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. നമ്മൾ പരാജയം ഇല്ലാത്തവരാണെങ്കിൽ എന്താകും അവസ്ഥ? നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടായിട്ടില്ലേ നമ്മൾ പുതിയതായിട്ട് ഒന്നും പഠിക്കുന്നില്ല. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു കുഞ്ഞ് ജനിച്ചിട്ട് നടക്കാൻ പഠിക്കുന്നത്. ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? അവൻ നീന്താനായിട്ട് പഠിക്കും. പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് വീണ്ടും വീണ്ടും നീന്തും. പിന്നെ പയ്യെ കുഞ്ഞിക്കാലുകൾ വെച്ച് നീന്തും. അപ്പോൾ ഒന്ന് വീണിട്ട് ആ ചുറ്റുപാടുകൾ നോക്കിയിട്ട് വീണ്ടും എണീറ്റ് വീണ്ടും നടക്കും. അങ്ങനെയാണ് അവൻ നടക്കാനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വീഴ്ചയിൽ അവൻ വീണ് തന്നെ കിടന്നാലോ പിന്നെ ഒന്നും പഠിക്കുന്നില്ല. നമ്മുടെ ട്രേഡിങ്ങിൽ നമുക്കുണ്ടാകുന്ന പരാജയം വ്യക്തികൾ ആരും നമ്മളോട് നീ പരാജിതനാകൂ എന്ന് പറഞ്ഞ് നമ്മളെ മനഃപൂർവ്വം പരാജയപ്പെടുത്തുന്നതല്ല. നമ്മളുടെ സ്ട്രാറ്റജിക്ക് പറ്റിയ തെറ്റുകൾ, അല്ലെങ്കിൽ നമ്മളുടെ എൻട്രി അല്ലെങ്കിൽ എക്സിറ്റിന് പറ്റിയ തെറ്റുകൾ, അതുകൊണ്ടാണ് നമുക്ക് പരാജയം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഏത് ലോകോത്തര ട്രേഡേഴ്സിനെ എടുത്താലും അവർ ഒന്നും പരാജയത്തിൻ്റെ രുചി അറിയാത്തവരല്ല. അവർ അനേക പ്രാവശ്യം പരാജയം നേരിട്ടപ്പോൾ അവർ തോറ്റു പിന്മാറിയല്ല. നമ്മൾ പരാജയപ്പെട്ട് പിന്മാറുമ്പോൾ ഈ ആളുകളെക്കുറിച്ച് ചിന്തിക്കുന്നതും അവരെക്കുറിച്ച് പഠിക്കുന്നതും ഭാവിയിലേക്കുള്ള നമ്മുടെ വിജയത്തിന് വളരെയധികം ശക്തി പകരും. അടുത്തതായി, പരാജയം ഉണ്ടായാൽ നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു ദീർഘവീക്ഷണം ഉണ്ടാവണം. എല്ലാവർക്കും നമ്മൾക്ക് ഉണ്ടാവുന്ന വിജയങ്ങളാണ് ഇഷ്ടം. നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ട്രേഡിംഗ് ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ബിസിനസ്സുകൾ വിജയിക്കുമോ? ഒരിക്കലുമില്ല. അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും സ്കില്ല് ഒരു ദിവസം കൊണ്ട് പഠിച്ച് സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കുമോ? അത് പാട്ടാകാം, തബല വായിക്കുന്നതാവാം, അല്ലെങ്കിൽ ഗിറ്റാർ വായിക്കുന്നതാവാം, വയലിനാവാം. ഏത് സ്കില്ലെടുത്ത് നോക്കിക്കോളൂ. നമ്മൾ അതിന് എത്രയോ വർഷത്തെ നിരന്തരമായ പരിശ്രമങ്ങൾ കൊണ്ടാണ് ആ സ്കില്ലുകൾ നമുക്ക് സ്വായത്തമാകുന്നത്. പെട്ടെന്ന് ബലം ഉണ്ടാകുന്നതിനെ ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ വിജയത്തെക്കുറിച്ച് ദീർഘകാലത്തേക്കുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുക. ഒരു വലിയ മരം പെട്ടെന്ന് വലുതായി വരുമോ? എത്ര നാളെടുത്തിട്ടാണ് മരമായി വളർന്നത്? അതിനാൽ മനസ്സിനെ വിജയത്തിലേക്ക് എപ്പോഴും ഒരുക്കി വയ്ക്കുക. നമ്മുടെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ബലം കാണാതെ ഇരിക്കില്ല. പരാജിതനാകുമ്പോൾ നമ്മുടെ സ്വയം സംസാരം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പരാജയപ്പെടുമ്പോൾ നമ്മൾ സ്വയം പറയുന്ന വാക്കുകളുണ്ട്. ഞാൻ പരാജയപ്പെട്ടു, എനിക്ക് ഒന്നും പറ്റുന്നില്ല, ഞാൻ ഒന്നിനും കൊള്ളൂലാത്തവനായി തീർന്നിരിക്കുന്നു എന്നൊക്കെയല്ലേ നമുക്ക് പറയുക.
അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ നൽകുന്ന സന്ദേശം എന്താണ്? ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ. അതിനു പകരം മറ്റുള്ള രീതിയിലേക്ക് നമ്മൾ സംസാരം മാറ്റി നോക്കൂ. അത് ഇങ്ങനെയാണ്: ഈ ട്രേഡ് എനിക്ക് തെറ്റുപറ്റി, അടുത്ത ട്രേഡിൽ ഞാൻ ലാഭം ഉണ്ടാക്കും, ഉറപ്പായും ഞാൻ ലാഭം ഉണ്ടാക്കും, അടുത്തത് എനിക്ക് നല്ല ട്രേഡായി മാറും എന്ന് മനസ്സിൽ ഉറപ്പിച്ച് പറയുക. വെറുതെ തമാശയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ പോലെ മനസ്സിൽ ഉറപ്പിച്ച് ശക്തമായി മനസ്സിലേക്ക് ഈ കമാൻഡ് കൊടുക്കുക. അടുത്തതായി ഒരു ട്രേഡിംഗ് ജേണൽ നമ്മൾ സൂക്ഷിക്കുക. അതിൽ വിജയിച്ച ട്രേഡുകൾ എഴുതി വയ്ക്കുക, തോറ്റ ട്രേഡുകൾ എഴുതി വയ്ക്കുക. ഭാവിയിലേക്ക് അത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. ഭാവിയിലേക്ക് നമ്മൾ അത് എടുത്തു നോക്കുമ്പോൾ അതിൽ വിജയിച്ച ട്രേഡ് ഉണ്ടാകുമല്ലോ. അപ്പോൾ നമ്മൾ പരാജയപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടാകും. ഈ വിജയങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ നെഗറ്റീവ് സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുവാൻ അത് നമ്മളെ വളരെയധികം സഹായിക്കും. ഇതെല്ലാം ചെയ്തിട്ടും വീണ്ടും പരാജയം തന്നെയാണെങ്കിൽ അപ്പോൾ ഈ പരാജയപ്പെട്ട സിറ്റുവേഷനിൽ നിന്ന് കുറച്ചുനാൾ നമ്മൾ മാറി നിൽക്കണം. അങ്ങനെ മാറി നിന്ന് പുറത്ത് നിന്നിട്ട് മാർക്കറ്റിനെ വീക്ഷിക്കുക. എന്നിട്ട് കൂടുതൽ പഠിക്കുക, കൂടുതൽ ഗ്രഹിക്കുക. പറവകൾ ആകാശവിധാനത്തിൽ പറന്നുയരുന്നതും പറന്നു നീങ്ങുന്നതും നമുക്ക് വളരെ കൗതുകമുയർത്തുന്ന കാഴ്ചയാണ്. അത് കുട്ടികൾക്ക് മാത്രമല്ല, പ്രായമുള്ളവർക്കും എല്ലാവർക്കും ആ കാഴ്ച വളരെ സൗന്ദര്യം നൽകുന്നതാണ്. ഇതിൽ നിന്നും ഉത്തേജനം കൊണ്ടാണ് മനുഷ്യൻ വിമാന നിർമ്മാണത്തിന് ഒരുമ്പെട്ടത്. ഭൂമിയുടെ ആകർഷണ ശക്തി പക്ഷിയെ താഴേക്ക് വലിക്കുമെങ്കിലും ആ ശക്തിയെ അതിജീവിക്കാൻ പ്രാപ്തമാകുന്ന അതിൻ്റെ ചിറകുകളാണ്. ഈ ചിറകുകൾ പ്രവർത്തനക്ഷമമാകുമ്പോൾ വായുവിനെ കീറിമുറിച്ച് മുകളിലേക്ക് ഉയരുവാൻ അതിന് സാധ്യമാകുന്നു. ആത്മവിശ്വാസവും സ്ഥിരോത്സാഹവും തന്നെയാണ് ജീവിതത്തെ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന നമ്മുടെ ചിറകുകൾ. ഏതു വിജയത്തിന് പിന്നിലും സമർപ്പണം ആവശ്യമാണ്. സമർപ്പണം എന്നാൽ ആ വിഷയത്തിലേക്ക് കണ്ണും കാതും മനസ്സും തുറന്നു വയ്ക്കലാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും പ്രോഫിറ്റ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്നവർക്ക് മാത്രമല്ല, എല്ലാ ട്രേഡേഴ്സിനും നല്ല പ്രോഫിറ്റ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആത്മസമർപ്പണത്തോടെ കൈകാര്യം ചെയ്യുന്ന ഏവർക്കും പ്രോഫിറ്റ് ഉണ്ടാവട്ടെ എന്ന് പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും നല്ല പുതുവർഷവും പ്രോഫിറ്റബിൾ വർഷവും ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സുമേഷ്, ഷെയർ പ്രോഫിറ്റ് മാസ്റ്റർ.